നമ്മൾക്ക് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മളുടെ മുഖത്ത് കുറേ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഈ വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമുക്ക് ഒരാളുടെ മുഖം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് പ്രായം ഏകദേശം എത്രയായിരിക്കും എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മളുടെ ടിഷ്യൂസിൻ്റെ ലാക്സിറ്റി അല്ലെങ്കിൽ അയവ് കൂടുന്നത് കാരണം കൊണ്ടാണ്. രണ്ടാമത്തത്, നമ്മളുടെ ഫേസിൽ ഈ ഫാറ്റുണ്ട്, കൊഴുപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും, അത് കുറഞ്ഞു പോകും. അതിന് നമ്മൾ വോളിയം ലോസ് എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്, ഒന്ന് ലാക്സിറ്റി കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ട്, പിന്നെ രണ്ടാമത്തത് ഫാറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ വോളിയം ലോസ് കൊണ്ടാണ് നമുക്ക് ഈ വാർദ്ധക്യത്തിലുള്ള പ്രായം കൂടുന്നതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങും, 20s 30s തന്നെ തുടങ്ങും. ചില ആൾക്കാർക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. യൂഷ്വലി ഒരു സീക്വൻസ് ഉണ്ട്. ഇത് ഏറ്റവും അധികം മാറ്റങ്ങൾ വരുന്നത് കണ്ണിൻ്റെ ചുറ്റുമായിരിക്കും. പിന്നെ ഉള്ള ആൾക്കാർക്ക് പിന്നീട് ഉണ്ടാകുന്നത് നെറ്റിയുടെ സൈഡിൽ, ടെമ്പറൽ റീജിയണിൽ, പിന്നെ കവിളിൽ, താടി, ചുണ്ടുകൾ, അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ടാകും. ഇവിടെയൊക്കെ ഫാറ്റിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രൊസീജിയറാണ്, ഈ വോളിയം ലോസിനെ പരിഹരിക്കാനുള്ള പ്രൊസീജിയറാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്. ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗത്തിൽ നിന്ന് എടുത്തിട്ട് അത് മുഖത്തിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഭൂരിപക്ഷം ആൾക്കാർക്ക് നമ്മൾ കൊഴുപ്പ് എടുക്കുന്നത് നമ്മൾ വയറിൻ്റെ അടിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ തുടയിൽ നിന്നായിരിക്കും എടുക്കുന്നത്. വേറെ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എടുക്കുന്നത് നമ്മൾ വളരെ ചെറിയ കാനുലസ്, ലൈപ്പോസക്ഷനിൽ ചെയ്യുന്നത് മാതിരി വളരെ ചെറിയ കാനുലസ്. ഈ കാനുലസിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും, ഒരു 2.5 മില്ലിമീറ്റർ വരെയൊക്കെ സൈസ് ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഈ ചെറിയ കാനുലസ് വഴി നമ്മൾ സിറിഞ്ചിൽ എടുത്തിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് നമ്മൾ വേറെ ചെറിയ സിറിഞ്ചസിലോട്ട് മാറ്റിയിട്ട് നമ്മൾ വളരെ ചെറിയ കാനുലസ്, 1 മില്ലിമീറ്ററിനെക്കാളും ചെറിയ കാനുലസ് വഴി നമ്മൾ മുഖത്ത് പൂർവ്വനിർദ്ധാരിതമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഫാറ്റിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവിടോട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്. നമ്മൾ വളരെ ചെറിയ ഏരിയാസിലാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് ലോക്കൽ അനസ്തീസിയയിൽ അവിടെ മാത്രം ആരോപിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ ഏരിയാസിലാണ് ചെയ്യുന്നത്, മുഖത്ത് ഒരുപാട് ഭാഗങ്ങളിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ജനറൽ അനസ്തീസിയ അല്ലെങ്കിൽ സെഡേഷൻ്റെ സഹിതമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നീണ്ട കാലത്തേക്ക് ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമില്ല. അത് അടുത്ത ദിവസം തന്നെ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആ ഭാഗത്ത് നീരുണ്ടാവുന്നത് സ്വാഭാവികമാണ്, സ്വെല്ലിംഗ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അത് ബ്രൂയിസിങ് കൂടെ ഉണ്ടാവും. അത് സമയം പോകുന്നതിനനുസരിച്ച് തന്നെ അതിൽ വ്യത്യാസം ഉണ്ടാവും. 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഈ സ്വെല്ലിംഗ് കുറേ ആൾക്കാർക്ക് അത് പൂർണ്ണമായിട്ടങ്ങ് മാറിപ്പോകും. അപ്പോൾ നമുക്ക് വലിയ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സ്വെല്ലിംഗ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആ ഭാഗത്ത് തണുപ്പ് അപ്ലൈ ചെയ്യാറുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. നമുക്ക് ആ ഭാഗം മസാജ് ചെയ്യാൻ പാടില്ല. ജോലിക്ക് പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോകാൻ പറ്റും. ഒരുപാടധികം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വല്ല സോഷ്യൽ ഫങ്ഷൻസ്, ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്, കല്യാണം അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ മുഖത്തിൽ ഒരുപാട് വ്യത്യാസം ഈ സമയത്തിൽ നമ്മൾ അറിയില്ല. ഇതാണ് ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ റിക്കവറി. അപ്പോൾ ഈ ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫാറ്റ് എടുക്കുന്നത്, അതിൻ്റെ സെൽസ്, അതിൻ്റെ കോശങ്ങൾ നമ്മൾ എടുത്ത് നമ്മളതിനെ ഒരു ലൈവ് ടിഷ്യൂ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വയ്ക്കുന്ന സ്ഥലത്ത് ഇതിനെ അവിടെ നിന്ന് രക്തഓട്ടം എടുക്കും, അത് വാസ്കുലറൈസ്ഡ് ആവും, എന്നിട്ട് അത് നീണ്ട കാലത്തേക്ക് അതങ്ങ് സർവൈവ് ചെയ്യും. പക്ഷേ നമ്മൾ ഒരു 100 യൂണിറ്റ് ഫാറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഈ ഫുൾ 100 യൂണിറ്റ്സ് ടേക്കണപ്പ് ആവണമെന്നില്ല. ചിലപ്പോൾ 40% ചിലപ്പോൾ 50% ചിലപ്പം 60%. അത് വേരിയബിളാണ്. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ ഗ്രാഫ്റ്റ് ടേക്കൺ ആവുന്നു എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മളുടെ ഈ നീര് പോകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ പ്രോബ്ലി ഒരു 3 months ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്ത ഫാറ്റിൽ എത്രമാത്രമായിരിക്കും ടേക്കണപ്പ് ആയിരിക്കുന്നതെന്ന്. പക്ഷേ ഒരിക്കൽ ഈ ഫാറ്റ് ടേക്കണപ്പ് ആയിക്കഴിഞ്ഞാൽ ഇത് നീണ്ട കാലത്തേക്ക്, ഇതിൻ്റെ സർവൈവൽ കുറേ ലോങ് ആണ്. ഇത് കൂടുതൽ നാളത്തേക്ക് അത് ലാസ്റ്റ് ചെയ്യും. അത് 1-2 വർഷം മാറ്റമല്ല, ലോങ്ങർ ഡ്യൂറേഷന് വേണ്ടി അത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്ത വേറെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ആകാൻ പറ്റും? ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒരു വലിയ ഇൻവേസീവ് പ്രൊസീജിയർ അല്ല. ഇതിൽ വളരെ ചെറിയ മുറിവുകളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തയ്യൽ ഒന്നും പൊതുവെ ഉണ്ടാകാറില്ല, തയ്യൽ ഇടാറില്ല, തയ്യലിൻ്റെ ആവശ്യം വരാറില്ല. ഈ ചെറിയ മുറിവുകൾ തന്നെ ഉണങ്ങും. ജനറലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻഫെക്ഷൻ, അണുബാധ സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തത് രക്തം കട്ടിപിടിക്കാൻ അല്ലെങ്കിൽ ബ്രൂയിസിങ് അല്ലെങ്കിൽ ഹെമറ്റോമ ഉണ്ടാകാനുള്ള സാധ്യത. ചില ആൾക്കാർക്ക് ഇത് കാണപ്പെടാറുണ്ട്, പക്ഷേ ഇതൊരു സീരിയസ് കോംപ്ലിക്കേഷൻ അല്ല. ഇതിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഈ നീലിച്ച് കിടക്കുന്ന ഭാഗമൊക്കെ തന്നെത്താനങ്ങ് റിസോൾവ് ആകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിനൊന്നും ആവശ്യം ഉണ്ടാകാറില്ല. പിന്നെ ഉള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് അല്ലെങ്കിൽ എസ്തെറ്റിക് കോംപ്ലിക്കേഷൻസ്.
അപ്പോൾ ഈ ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ ചില ഭാഗത്ത് സ്വെല്ലിംഗ് കൂടുതലായിരിക്കും, ചില ഭാഗത്ത് കുറവായിരിക്കും. ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇത് സ്വെല്ലിംഗ് അതിൻ്റെ നീര് മാറിയതിന് ശേഷം ഈ ഇത്തരത്തിലുള്ള അസിമെട്രീസിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരും. പക്ഷേ നീണ്ടകാലത്ത് അസിമെട്രീസ് ലാസ്റ്റ് ചെയ്യുകയാണ്, പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വേറെ വല്ല ഫർദർ പ്രൊസീജിയർ ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും. പിന്നെ ഉള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റ് ഫോർമേഷൻ. ചില ഭാഗത്ത് ചിലയിടത്ത് ഇത് ഫാറ്റ് ഒരു കളക്ഷനായിട്ട് കാണപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ പറ്റും. അതൊരു സ്മോൾ പ്രൊസീജിയർ, ഒരു നീഡിൽ വെച്ചിട്ട് ആസ്പിറേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് വളരെ ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ ആവുന്നില്ല. ഇപ്പോൾ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷേ പണ്ട് ചെയ്യുന്നതിനേക്കാളും ഇപ്പോഴത്തെ ഉള്ള ടെക്നീക്സിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് ഷാർപ്പ് നീഡിൽസ് യൂസ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഷാർപ്പ് നീഡിൽസ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ പണ്ട് മുന്നിൽ ഉള്ള സമയത്ത് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഷാർപ്പ് നീഡിൽസ് യൂസ് ചെയ്യുമ്പോൾ ഈ വച്ചിരിക്കുന്ന ഫാറ്റ് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ ബ്ലണ്ട് കാനുലാസിൽ അങ്ങനെ മൈഗ്രേഷൻ കാണാറില്ല. അതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും ഇപ്പം അങ്ങനെ കാണപ്പെടാറില്ല. അപ്പോൾ ഈ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. മുന്നിൽ പറഞ്ഞതുപോലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫുൾ യൂണിറ്റ് അത് മൊത്തമായിട്ട് എടുക്കാറില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചിലപ്പം നമുക്ക് റിപ്പീറ്റ് സെഷൻസ് ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ മുന്നിൽ പറഞ്ഞതുമാതിരി ഫുൾ ഫാറ്റ് എടുക്കാറില്ല, ഏകദേശം പകുതിയൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ അത് മനസ്സിൽ കണക്ക് കൂട്ടി നമ്മൾ ഓവർ ഗ്രാഫ്റ്റിംഗ് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് ഒരു 100 യൂണിറ്റ്സ് ഓഫ് ഫാറ്റിൻ്റെ ആവശ്യമുണ്ട് ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ അത് കണക്ക് കൂട്ടി നമ്മൾ 200 യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാറില്ല. ബിക്കോസ് ഓവർ ഗ്രാഫ്റ്റിംഗ് ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം തന്നെ ഒരുപാട് ഡിഫോമിറ്റി ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചെറിയ ഇൻസിഷൻസ് വഴി, ചെറിയ മുറിവുകൾ വഴി തന്നെ നമ്മളുടെ മുഖത്ത് വാർദ്ധക്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുടെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് കാരണം അതിലൊരു പരിഹാരം ഉണ്ടാകുന്നതുണ്ട്. അതുമാത്രമല്ല, ഈ ഫാറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ കോശങ്ങളുടെ കൂടെ തന്നെ കുറേ സപ്പോർട്ടിംഗ് സെൽസ് ഉണ്ട്. അതിനെ നമ്മൾ സ്ട്രോമൽ സെൽസ് എന്ന് പറയും. ഈ സ്ട്രോമൽ സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും. ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുന്നതോടെ അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസിൽ അതിന് ഒരു റിപ്പയർ എന്നിട്ട് സെപ്പറേറ്റീവ് റീജനറേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ ഓവർലൈങ് സ്കിന്നിൽ കുറേ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഈ ഏജ് റിലേറ്റഡ് വോളിയം ലോസ് അഡ്രസ്സ് ചെയ്യാനുള്ള വേറെ ഒരു ടെക്നീക്കാണ് നമ്മൾ ഫില്ലർ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ കോമൺലി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഫില്ലർ എന്ന് പറഞ്ഞാൽ ഹൈലൂറോണിക് ആസിഡ് ബേസ്ഡ് ഫില്ലേഴ്സാണ്. അപ്പോൾ ഈ ഫില്ലേഴ്സ് നമുക്ക് ആക്ച്വലി ശരീരത്തിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി പ്രീമെയ്ഡായിട്ട് സിറിഞ്ചസിൽ ലോഡഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതിന് നമ്മൾ ജസ്റ്റ് ഫേസിലോട് അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യണം. പക്ഷേ ഫില്ലേഴ്സിൻ്റെ ഈ ഹൈലൂറോണിക് ആസിഡ് ഫില്ലേഴ്സിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നീണ്ട കാലത്തേക്ക് ലാസ്റ്റ് ചെയ്യാറില്ല. അത് ചിലപ്പോൾ ഒരു 1.5 വർഷം 2 വർഷം വരെയൊക്കെ ലാസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബോഡി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിനുശേഷം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ലോങ് ഡ്യൂറേഷനിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ ഒരു എക്സ്പെൻസീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറും. അതുമാത്രമല്ല, ഈ ഫില്ലർ ഇഞ്ചെക്ഷനിൽ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതിൻ്റെ സപ്പോർട്ടിംഗ് സെൽസ് അതിൽ ഉണ്ടാകാറില്ല. അപ്പോൾ ആ ബെനിഫിറ്റ് അതിൽ കാണപ്പെടാറില്ല. അപ്പോൾ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു കുറച്ചും കൂടെ ഒരു ലോങ്ങർ ലാസ്റ്റിംഗ് സൊല്യൂഷനാണ്. എന്നിട്ട് ഇതൊരു ലെസ് ഇൻവേസീവ് പ്രൊസീജിയറാണ്. പക്ഷേ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്.